നമസ്കാരം. പ്രധാന വാർത്തകൾ. എയർപോർട്ടിൽ പോകാതെ ചെക്ക് ഇൻ. അബുദാബിയിലും അലൈനിലും സിറ്റി ചെക്ക് ഇൻ സൗകര്യവുമായി ഇൻഡിഗോ. വേടന് ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യത തിരഞ്ഞ് പോലീസ്. മനുഷ്യ സ്നേഹത്തിന്റെ ഇടമുറിയാത്ത ഓട്ടവുമായി വനിതാ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാർ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓസ്ട്രേലിയക്കെതിരെ കളിക്കും. വിരമിക്കൽ ഉടനില്ല. അഭ്യൂഹങ്ങൾ തള്ളി BCCI. ജർമ്മൻ ഫുട്ബോളിലെ പ്ലെയർ ഓഫ് ദി ഇയർ 2024-25 പുരുഷ പുരസ്കാരം ബെയർ ലെവർക്യൂസൻ താരമായിരുന്ന ഫ്ലോറിയൻ വിറ്റ്സിന്. കരുത്തു വർദ്ധിപ്പിച്ച് നാവികസേന. ഓഗസ്റ്റ് 26-ന് കമ്മീഷൻ ചെയ്യുന്നത് 2 ഇന്ത്യൻ നിർമ്മിത യുദ്ധക്കപ്പലുകൾ. ചരിത്രത്തിൽ ആദ്യം. വാർത്തകൾ വിശദമാകുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സമ്മർ ക്യാമ്പയിന് തുടക്കമായി. ഓഗസ്റ്റ് 15-ന് സമാപനം. വേനൽക്കാല അവധിക്കാലത്ത് വിദ്യാർത്ഥികളെ സൃഷ്ടിപരവും സാംസ്കാരികവുമായ മികച്ച പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 7 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ 300-ലധികം കുട്ടികളാണ് ആദ്യ ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. ശ്രീപ്രകാശ് ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയായിരുന്ന ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് സെഷൻ ഡയറക്ടർ താഹിർ അഹമ്മദ് അൽ മെഹ്റസി ലോഗോ പ്രകാശനം ചെയ്തു. ദുബായ് ഇൻഫോ സ്കിൽസുമായി ചേർന്ന് ഓഗസ്റ്റ് 9 മുതൽ 15 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ക്ലാസ് മുറികൾക്കപ്പുറത്തേക്കുള്ള പഠനത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന വേദി കണ്ടെത്തുക എന്നതാണ് ക്യാമ്പിന്റെ പ്രഥമ ലക്ഷ്യം. മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ഓഡിഷൻ സംഘടിപ്പിച്ച് അവർ TV 24/7. പ്രവാസികളുടെ സംഗീത പ്രാഗൽഭ്യത്തെ പ്രായഭേദമന്യേ ലോകത്തിനു മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയ്ക്ക് തുടക്കം കുറിച്ച് അവർ TV 24/7. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോയുടെ സെക്കൻഡ് ഓഡിഷൻ ഓഗസ്റ്റ് 17-ന് അജുമാനിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0525169 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മോർച്ചറിയുടെ താക്കോൽ മോഷ്ടിച്ച് മൃതദേഹം അനധികൃതമായി പുറത്തെടുത്ത് സുരക്ഷാ ജീവനക്കാരൻ. ഭർതൃഗ്രഹത്തിൽ ശനിയാഴ്ച മരിച്ച 4 മാസം ഗർഭിണിയായ നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിയായ 28-കാരിയുടെ മൃതദേഹമാണ് അധികൃതരുടെ അനുവാദമില്ലാതെ സുരക്ഷാ ജീവനക്കാരനായ സുരേഷ് കുമാർ ക്യാന്റീൻ നടത്തുന്ന ആൾക്കും ബന്ധുക്കൾക്കും കാണിച്ചു കൊടുത്തത്. പാക് സൈനിക മേധാവിയെ ശക്തമായി വിമർശിച്ച് ഇന്ത്യ. US മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ശക്തമായി വിമർശിച്ച് ഇന്ത്യ. ഫ്ലോറിഡയിലെ ടാംബയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്താണ് പരസ്യമായി ആണവ യുദ്ധത്തെക്കുറിച്ച് അസീം മുനീർ സംസാരിച്ചത്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuman.